ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഗ്യാരേജിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നിങ്ങളെ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഒന്ന് നേരെ എടുത്ത ഒരു സംഭവം കൂടിയുണ്ടോ? അതായത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോൾ ടെക്സ്റ്റിൽ ഞാൻ ഇപ്പോൾ ഒരു സംഭവം സേവ് ആക്കിയിട്ടുണ്ട്. ആ സേവ് ഇതൊക്കെ നേരെ എൻ്റെ ക്ലിപ്പ് ബോർഡിലുണ്ട്. അപ്പം ക്ലിപ്പ് ബോർഡ് അനുസരിച്ചിട്ട് പൊളിയാണ്. അപ്പോൾ ഇതാ അവിടെ നെഹിയാൻ ഗെയിമിങ്ങിൻ്റെ ഒരു കിടിലൻ സാധനമാണ്. അപ്പം വേണ്ടവർ ജസ്റ്റ് താഴെ ഞാൻ എന്തൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നല്ല നൈറ്റ് കസ്റ്റമൈസേഷൻ എങ്ങനെയുണ്ട്, നൈറ്റ് ഒട്ടിക്കുമ്പോഴുള്ള ഇത് കാണിച്ചു തരാം. എന്തായാലും ബുറാക്കാണ് നമ്മൾ എടുത്തത്, ബുറാക്കിനെ നടക്കുള്ളൂ എന്തായാലും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു തൽക്കാലം ഒരു കുഞ്ഞു മാപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നൈറ്റത്തെ മോഡ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരാം. ബട്ട് ഇത് സംഭവം വെച്ചാൽ നമ്മുടെ ഒരു മച്ചാനാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള പേരെല്ലാം വെക്കേ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പേര് വെച്ചുകൊണ്ടാണ്. ആൻഡ് അത് നിങ്ങൾ നേരെ അത് ഒരാൾക്ക് ക്രെഡിറ്റ് ആണ്, അതായത് മറ്റൊരാളെ ഇതിലാണ് ഇത് വർക്കാവുന്നത്. ഇപ്പം നെഹിയാൻ ഗെയിമിങ്ങിൻ്റെ സാധനത്തിന് നെഹിയാൻ ഗെയിമിംഗ് അല്ലാണ്ട് പിന്നെ എന്താക്കേണ്ടത്? ഓക്കെ, ലൈറ്റൊക്കെ ഓണാക്കി ഡിസ്കോ ലൈറ്റൊക്കെ വെക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് ഇങ്ങനെ ഒക്കെ വെക്കാം. അപ്പോൾ ഞാൻ ഇപ്പം വെച്ചത് നല്ല രസമുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ. ആൻഡ് ഇങ്ങനത്തെ സാധനം വേണമെങ്കിൽ തന്നെ വേഗം എറിക്കോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഒരു കുഞ്ഞു ലിങ്ക് അയച്ചുതരാം. ആ ലിങ്കിൽ കയറിയാൽ ജസ്റ്റ് ഒന്നും തട്ടം ചെയ്യൂല. എന്തായാലും LED വർക്കാണ്. അപ്പം മേലോട്ട് ഇപ്പം അത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിരിക്കും മൊത്തമൊക്കെ. പക്ഷേ ഇതൊക്കെ ഓൾഡ് ടൈംസ് ഉണ്ടാക്കിയ സാധനമായതുകൊണ്ട് വല്ലാത്ത കഷ്ടപ്പാടുണ്ടായിന് ആദ്യം ഫസ്റ്റ് എടുക്കാൻ. പിന്നെ കുറച്ച് ശരിയായി ഞാൻ എടുത്ത് പിന്നെ ഒരു വീഡിയോ രണ്ട് തരം വീഡിയോ ഫുൾ ഇടുന്നതാണ്. അപ്പം വേറെ ലൈറ്റും ഉണ്ട്, ഇതിൻ്റെയും ലൈറ്റ് ഉണ്ട്. അപ്പം അതും കൂടിയിട്ടെല്ലാം ചെയ്താൽ മതി. ഓക്കെ, നല്ല രസമുണ്ട്. അപ്പം നൈറ്റ് ടൈം ഒരു ഇരുട്ടത്ത് പോയിട്ട് നിന്നാൽ തന്നെ കാണാം. നമ്മുടെ മൾട്ടിപ്പിൾ പ്ലെയർ മോഡിൽ നമ്മൾ ആർക്കും തിരിച്ചറിയണമെങ്കിൽ തന്നെ ഇങ്ങനത്തെ സംഭവം വെച്ചാൽ തന്നെ തിരിച്ചറിയാം. പക്ഷേ ഇതിനധികം ബ്രേക്ക് കുറവായിരിക്കും. സ്പോയിലർ കൂടി വരുന്ന ഒരു ടൈപ്പ് ആണിത്. ബ്രേക്ക് പിടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ലോണം അമർത്തണം, എന്നാലേ നോർമൽ ജസ്റ്റ് ഇങ്ങനെ അമർത്തിയാൽ പോരാ. രണ്ടിടത്ത് ആടും. നല്ല രസമാണ് നൈറ്റ് ടൈം ഇങ്ങനെയൊക്കെ ഓടിച്ചിട്ട് പോകാൻ. അതിന് ട്രിപ്പ് ഉണ്ടെങ്കിൽ തന്നെ നല്ല രസമായിരിക്കും. അപ്പം ഞാൻ ഒരു ഇരുട്ടത്ത് കാണിച്ചു തരാം. ഇരുട്ടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ശരി വെക്കാം. ഓക്കെ, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ കാണാം, നല്ലോണം കാണാം. എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവുക. ഞാൻ എന്തായാലും ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പം അതാണ് ഈ ഫോട്ടോ. നെഹിയാൻ ഗെയിമിങ് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ, ഒരു അത്യാവശ്യം നല്ലൊരു ഫോട്ടോ. അതിൻ്റെ കുറച്ച് നേരം നമ്മുടെ ഓ മൈ ഗോഡ് വണ്ടി ടെററിസ്റ്റിൻ്റെ മേത്തായി പോയാ അതെങ്ങനെ? ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം തീർന്നിട്ടില്ല. ഓക്കെ, അതിന് അടുത്ത മിത്തും കൂടിയുണ്ട്. ആ മിത്ത് മറ്റൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്ന് ഏറ്റവും നല്ല കുഴപ്പമില്ലാണ്ട് അത് എടുത്താൽ മതി. അപ്പം അതിൻ്റെ വീഡിയോ കുറച്ച് ദിവസം ഈ വീഡിയോൻ്റെ അപ്പുറം ഒരുമിച്ചിട്ടുണ്ടാകും. ഇത് പാർട്ട് 1 ആണ്. ആൻഡ് ഇതിന് ശേഷം വരുന്നത് പാർട്ട് 2ലാണ്. ആ നീല കളർ ലൈറ്റ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് വണ്ടിയൊക്കെ എഡിറ്റ് ചെയ്യുമ്പം എന്തായാലും നല്ല രസമുണ്ട്. ഇപ്പം ബുറാക്കിനെ കൊണ്ട് പോകുമ്പം ഞാൻ എന്തായാലും ഇനി ബുറാക്ക് ബാക്കിൽ ചെയ്താനൊന്നുമല്ല പ്ലാൻ. എന്തായാലും ഇങ്ങനെ എല്ലാ പ്രാവശ്യം വണ്ടി നമ്മുടെ അപ്ഡേഷനൊക്കെ ശേഷം ഇതുണ്ടാവും. പഠിച്ചവനക്കറിയാം. അതായത് അപ്ഡേറ്റിന് ശേഷം ഇത് വരില്ല. അപ്പം ഈ ലാസ്റ്റ് അപ്ഡേഷന് ചിലപ്പേ ഉണ്ടാവുള്ളൂ. ഇതിന് ശേഷം പിന്നെ വരാൻ കൂടുതൽ ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ടാണ്. ആൻഡ് അങ്ങനെ വെമ്പേ പോകുന്നുണ്ട്. സ്പോയിലർ പണി നടക്കണം. സ്പോയിലറിൻ്റെ പൈസ ഞാൻ കാട്ടി ഏറ്റവും ബെസ്റ്റ് $23 ഉണ്ട്, അതായത് 23 റുപ്പി ഉണ്ടെങ്കിൽ അപ്പം ആ പൈസനെ കൊണ്ട് തന്നെ ഒരു സ്പോയിലർ വെക്കേണ്ട പൈസ ഒന്നും അല്ല ഉള്ളത്.
ബാക്കിലത്തെ ഈ മഡ് പ്ലേറ്റിന്, അതായത് ഇങ്ങനത്തെ ഒരു ഷോപ്പ് സാധനം കാണുന്നില്ലേ അടിയിൽ, അത് വെച്ചതിൻ്റെ പവറാണ്. അപ്പം സ്പോയിലർ പോലെ തന്നെയാണ്, ആടൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണെങ്കിലും ബ്രേക്ക് ഇടും, കുറച്ച് അത്യാവശ്യത്തിന് പണി കിട്ടും. പിന്നെ വേറെ കാര്യം കണ്ട സ്മൂത്തായിട്ട് പോവുകയും ചെയ്യുവേ. അതിൻ്റെ മൾട്ടിപ്പിൾ പ്ലെയറിൽ സ്വന്തം എല്ലാവരുടെ പേരും ഇങ്ങനെ മേലെ കാണിക്കുന്ന പോലെ നമുക്ക് സ്വന്തം പേര് നമുക്ക് മേലെ കാണുന്ന പോലെയാണ് ഒരു എഫക്റ്റ് ഉണ്ടായി. എനിക്ക് നമുക്കൊന്ന് യൂ ടേൺ ചെയ്യാം. ഇവിടെ എന്നേരം ഇങ്ങോട്ടാണ് പോവാം. എൻ്റെ ഓൾസോ നമ്മ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ മെയിൻ വർക്ക്, അതായത് ഈ വണ്ടീൻ്റെ 100% കൂടുതൽ ഉറപ്പ് വരുന്നൊരു വണ്ടീൻ്റെ പവർ വരുന്നുണ്ട്. അതായത് 100% നല്ല മോഡിഫൈഡ് ആക്കിയിട്ട് അത്യാവശ്യത്തിന് മോഡിഫിക്കേറ്റഡ് ആവണം. അതായത് ഇപ്പം ബുറാക്കിൻ്റെ ലൈറ്റ് വർക്ക് ഇപ്പം തന്നെ കുറച്ച് ലൈറ്റ് വർക്കായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ആ ലൈറ്റ് വർക്കൊന്നും മര്യാദയ്ക്ക് എൻ്റെ റിമ്മും കാര്യങ്ങളൊക്കെ വെക്കണം ബുറാക്കിൻ്റെ. ഓ മൈ ഗോഡ്, ബുറാക്കിൻ്റെ ബാക്കിലാണ് ഈ ലൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു അനക്കൊക്കെ ഉണ്ടാവും, ആരും പേടിക്കണ്ട. വണ്ടി ഓഫാക്കിയാലും ഈ ലൈറ്റ് വർക്കാവുന്ന വണ്ടിയാണ് ഇത്. എപ്പോൾ വേണമെങ്കിലും കാണും, ഇത് ഇൻഡസിബിൾ അല്ല. മഴ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വണ്ടി ഈ സാധനത്തിൻ്റെ മേലെ തട്ടരുത്, തട്ടുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓൾസോ ബൈ.